ശരി, നമുക്കപ്പോൾ രാഹുൽ വിജയനിലേക്ക് ഒന്ന് പോകാം. അല്ലേ, രാഹുൽ വിജയൻ കമ്പത്താണുള്ളത്. രാഹുൽ, ആദ്യത്തെ മണിക്കൂറുകളാണ്, എങ്ങനെയുണ്ട്? പൊതുവിൽ ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നു വോട്ടെടുപ്പിനെ? വലിയ ക്യൂ ഒക്കെ ഉണ്ടോ? രാഹുൽ നിൽക്കുന്നത് ബോഡി നായ്ക്കനൂരാന്ന് തോന്നുന്നു. വടക്കം രാഹുൽ, അങ്ക എന്നെ തെരഞ്ഞെടുപ്പ് തേർത്തൽ കാഴ്ചകൾ എപ്പടി? ഹാഷ്മി, അസിത, വണക്കം. വലിയ ആവേശത്തിൽ തന്നെയാണ് ബോഡി നായ്ക്കന്നൂരിലെ ആളുകളും വോട്ട് രേഖപ്പെടുത്താൻ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ ശീലയംപെട്ടിയിലാണ്. ബോഡി നായ്ക്കന്നൂരിന് വളരെ പ്രത്യേകതകളുള്ള ഒരു മണ്ഡലമാണ്, ഒരു താരമണ്ഡലമാണ്. OPS മത്സരിക്കുന്ന, O പനീർസെൽവം മത്സരിക്കുന്ന ആ മണ്ഡലമാണ്. ഇതിന് മുൻപത്തെ തവണ അദ്ദേഹം മത്സരിച്ച, നിലവിൽ അദ്ദേഹം MLA ആണ്. ഇതിന് മുമ്പത്തെ തവണ മത്സരിക്കുമ്പോൾ അദ്ദേഹം ADMK-യിലായിരുന്നു. ഇത്തവണ അദ്ദേഹം കളമൊന്ന് മാറ്റി ചവിട്ടിയിട്ടുണ്ട്. DMK-യിൽ ആണ് അദ്ദേഹം ഇത്തവണ ജനവിധി തേടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, OPS-ന്റെ ഒരു ചരിത്രമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ജയലളിതയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴുള്ള കാഴ്ച, ജയലളിതയുടെ ഫോട്ടോയും അതിനു മുമ്പിൽ വലിയ മാലയും പൂവും ഒക്കെ വെച്ചുകൊണ്ടുള്ള വലിയ ആരാധനയോട് കൂടിയുള്ള ഒരു കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ എന്തായാലും സ്റ്റാലിന്റെ ഫോട്ടോയും ചിത്രവും ഒക്കെ വെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആരാധന ഒക്കെ കാണിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ കൗതുകം നിറഞ്ഞതും അല്ലെങ്കിൽ ഒരു വലിയ മാറ്റവും രാഷ്ട്രീയ ചർച്ചയായതുമായ സംഭവ വികാസങ്ങൾ ഉണ്ടായ ഒരു മണ്ഡലം കൂടിയാണ് ബോഡി നായ്ക്കന്നൂർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും OPS-ന്റെ മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. രാവിലെ നമ്മൾ കമ്പം മണ്ഡലത്തിലായിരുന്നു. അവിടെ വലിയൊരു തിരക്ക് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ ബൂത്തുകളിലേക്കൊക്കെ വരുമ്പോൾ ഒരു നിര നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നീണ്ട നിരയൊന്നും കാണുന്നില്ല. ആളുകളുണ്ട്, പക്ഷേ അവർ വോട്ട് ചെയ്ത് മടങ്ങുന്നു. വലിയ നീണ്ട നിരയൊന്നും നിൽക്കേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരല്പം കഴിയുമ്പോഴേക്കും കൂടുതൽ ആളുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇവിടെ ഈ തോട്ടം തൊഴിലാളികളൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കാം, ഒരുപക്ഷെ തൊട്ടടുത്തുള്ള ആളുകളാണ്. അവരൊക്കെ വന്ന് ഒരുപക്ഷെ കുറച്ച് കഴിയുമ്പോൾ വോട്ട് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ഒരു ധാരണയായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കാം കരുതിയിരിക്കുന്നത്. മറ്റു മണ്ഡലങ്ങളിലൊക്കെ, കമ്പം മണ്ഡലങ്ങളിലൊക്കെ ഈ തോട്ടം തൊഴിലാളികളായതുകൊണ്ട് അവർ രാവിലെ 4 മണിക്ക്, പുലർച്ചെ 4 മണിക്ക് ഇടുക്കിയിലേക്ക് ഉൾപ്പെടെ ജോലിക്ക് വേണ്ടി കയറി പോകും. പിന്നീട് വൈകിട്ട് 3 മണിക്ക് തിരികെ വരികയുള്ളൂ. അപ്പോൾ ആ സമയത്തിനിടയിൽ വലിയ തിരക്കുണ്ടാകാൻ സാധ്യതയില്ല. അവർ ഒന്നെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന ആളുകളാണ്. മാത്രമല്ല രാവിലെ വോട്ട് ചെയ്തിട്ട് പോകാൻ നിൽക്കുന്ന ആളുകളുമുണ്ട്. അതുകൊണ്ട് കമ്പം മണ്ഡലത്തിൽ കുറച്ച് തിരക്ക് അനുഭവപ്പെട്ടിരുന്നു, അല്ലെങ്കിൽ കാഴ്ച കണ്ടിരുന്നു. ഇവിടെ അങ്ങനെയല്ല കാഴ്ച എന്നുള്ളതാണ്. നമുക്ക് ഇവരോടൊക്കെ വോട്ട് രേഖപ്പെടുത്തിയെന്ന് ചോദിക്കാൻ പേടിയാണ് കേട്ടോ സത്യത്തിൽ. അല്ലെങ്കിൽ ഒരു പ്രതികരണമൊക്കെ എടുക്കണമെന്നുണ്ട്. കാരണം ഇവർ ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്തതെന്ന്, അല്ലെങ്കിൽ ഏത് പാർട്ടി ജയിക്കുന്നതൊക്കെ ഇപ്പോൾ ഇവിടെ വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കും അത് പ്രശ്നമാകുന്നുണ്ട് അത്തരം പ്രതികരണങ്ങൾ തേടാത്തത്. അതുകൊണ്ടാണ് എന്തായാലും തേനി മണ്ഡലത്തിൽ, തേനി ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ബോഡി നായ്ക്കന്നൂർ. 4 മണ്ഡലങ്ങളാണ് ഈ തേനി ജില്ലയിലുള്ളത്. ജയലളിതയും MGR-ഉം ഒക്കെ വന്ന് മത്സരിച്ചിട്ടുള്ള ചരിത്രമുള്ള ഒരു ജില്ല കൂടിയാണ് തേനി എന്ന് പറയേണ്ടിയിരിക്കുന്നു. പെരിയകുളമുണ്ട്, ബോഡി നായ്ക്കന്നൂരുണ്ട്, ആണ്ടിപ്പെട്ടിയുണ്ട്, കമ്പമുണ്ട്. ഇങ്ങനെ 4 മണ്ഡലങ്ങളാണ്. അതിൽ ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടി ഉണ്ട്. അത് കമ്പം മണ്ഡലമാണ്. ബാക്കി മണ്ഡലങ്ങളിലൊന്നും അത്ര വലിയ ശക്തമായ മത്സരം നടക്കുന്നില്ല എന്നുള്ളതാണ് വോട്ടർമാർ നമ്മളോട് പറയുന്നത്. കമ്പം മണ്ഡലത്തിൽ പക്ഷേ അങ്ങനെയല്ല. TVK-യുടെ സ്ഥാനാർത്ഥി ശക്തനായ സ്ഥാനാർത്ഥിയാണ്. ഒരുപക്ഷെ ജയിക്കാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ള പ്രവചനങ്ങളൊക്കെ പലരും നടത്തിയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി കൂടിയാണ്. അങ്ങനെ വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം അത് കമ്പമാണ്. ഇത് താരമണ്ഡലമാണ് ബോഡി നായ്ക്കന്നൂർ. ഇതിനപ്പുറത്തേക്ക് SC മണ്ഡലമുണ്ട്, ഒരു പെരിയകുളം. അതിനപ്പുറത്ത് ആണ്ടിപ്പെട്ടിയുണ്ട്. ആണ്ടിപ്പെട്ടിയിൽ DMK-യുടെ ഒരു കോട്ടയാണ്. ഇത്തവണ കോട്ട തകർക്കുമെന്ന് ADMK ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്നൊക്കെ ഇനി മെയ് 4 വരെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെ ജനങ്ങൾ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ ബോഡി നായ്ക്കന്നൂരിൽ നിന്നും കാണാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.